ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അദ്ധ്യായം 19. ശിമയോൻ. രണ്ടാമത്തെ നറുക്ക് ശിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബേർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, ഏസെ, ഏദ് ലോലാദ്, ബെതുൽ, ഹോർമ, സിഗ്ലാഗ്, ബാദ് മാർക്കബോത്ത്, ഹാസാർ, സൂസ, ബെത്ലെബാവോത്ത്, ഷരുഹൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാത് ബേർ, നെഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമയോൻ ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമയോൻ ഗോത്രത്തിൻ്റെ അവകാശം യൂദായുടെ ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിൻ്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടു കിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറായാലിൽ എത്തി ദാബേഷത്ത് വരെ ചെന്ന് യോക്നെയാമിൻ്റെ കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിൻ്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബാറത്തിലേക്കും തുടർന്ന് യാഫിയായ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫറിലും ഏത്ത് കാസീനിലും എത്തി റിമ്മോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, ഇദാല, ബേത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 4ാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസുലോത്ത് ഷൂനേം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, ഏബെസ്, റേമത്ത്, എൻഗന്നീം, എൻ ഹദ്ദ, ബദ്പാസ് എന്നിവയായിരുന്നു. ഇതിൻ്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബെത്ഷമേഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബത്തേൻ, അക്ഷാഫ്, അല്ലാം, മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ് ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബെത് എമ്മിനും വടക്ക് യിപ്താഹേൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൾ, എബ്രേൻ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേഖ്, റഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്, യബ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിലെത്തുന്നു. അവിടെ നിന്ന് പശ്ചിമ ഭാഗത്തുള്ള അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബുലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദയായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദിം, സേർ, ഹമ്മത്ത, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, യദ്രൈ, എൻ ഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറെം, ബെത് അനാത്ത്, ബെത് ഷെമേഷ് എന്നിവയാണ്. അങ്ങനെ
ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7-ാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശം താഴെ പറയുന്നവയാണ്: സോറ, എഷ്താവോൽ, ഈർഷമേഷ്, ഷാലാബിബിൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൺ, എൽതെക്കെ, ഗിബ്ബത്തോൻ, ബാലത്ത്, യേഹുദ്, ബെനേബെറക്, ഗത്രിമോൺ, ജോപ്പയ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയാർക്കോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷമിനെതിരെ യുദ്ധം ചെയ്തു. അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിൻ്റെ ഓർമ്മ നിലനിർത്താൻ ലേഷമിന് ദാൻ എന്ന് പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിൻ്റെ മകനായ ജോഷയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേര പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുയും ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിങ്കൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. ദൈവവചനമാണ് നാം കേട്ടത്.